കൂട്ടം പറഞ്ഞ എന്റെ അല്ലോ നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ഹാജാരി പറഞ്ഞേക്കണം. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടനയുടെ തലവനെ ഇപ്പോൾ സേന വളഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റെസിസ്റ്റൻസ് ഫ്രണ്ട് കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. കൂടുതൽ സേനയെ അവിടെ വിന്യസിച്ചിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് പഹൽഗാമിലെ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളാണ്, പക്ഷേ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവനാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീയാ? ഞാൻ പറഞ്ഞിട്ടാ അവന്മാരിത് ചെയ്തു. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. തങ്മാർഗിൽ ഒരു മണിക്കൂർ മുമ്പാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. CRPF-ഉം അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും കരസേനയും ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? ഇതിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തലവനെ സൈന്യം ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത് എന്നാണ്. ഏതാനും ഒന്നിലധികം ഭീകരർ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ന് രാവിലെ കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. രാവിലെ ബാരമുള്ളയിൽ 2 ഭീകരരെ വധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തങ്മാർഗിലും സേന ഭീകരർക്ക് നേരെയുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഈ ടീമേശ്വരോട്ട് വെച്ചാണി. ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ. തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. പഹൽഗാമിലെ 4 ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ സേന ശക്തമാക്കിയിരിക്കുകയാണ്. അവിടെ വലിയ തോതിലുള്ള തെരച്ചിലാണുള്ളത്. ആ മേഖല മുഴുക്ക സൈന്യം വളഞ്ഞിരിക്കുന്നു. അവിടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ തീവ്രവാദ സംഘടനയുടെ ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ സംഘടനയെ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയുടെ തലവനെ വളഞ്ഞിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ സംഘടന എന്ന നിലയിൽ സജീവമായ സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിലായിരുന്നു നിരപരാധികളെ വധിച്ചത്. അവിടെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് സൈന്യമെന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് വരുന്നത്. ആളെ കിട്ടി. നമ്മുടെ കിണ്ടലെന്ന് അടിവായിട്ട് പ്രയോഗിച്ചപ്പോ തത്ത പറയുന്ന പോലെ അല്ല, താറാവ് പറയുന്ന പോലെ പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ ഡോക്ടറെ? എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിരുടെ ഇവന്റെ സാവരെ ജംഗമോ അല്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ.